ഇവിടെ ആരും ഇല്ലേ? ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ എവിടെയെല്ലാം നോക്കുകയായിരുന്നു. ഞാൻ ഇന്ന് രാത്രി കടയടച്ചിട്ട് വീട്ടിലേക്ക് വരാം. നീ ആ പുറകിലത്തെ കഥ തുറന്നിട്ടേക്കണം. പേടിക്കണ്ട, ആരും അറിയില്ല. ചേട്ടാ, ഞാനൊരു മുറുക്കെടുക്കുന്നേ. സോപ്പ്. നാണുവിന്റെ വീട് തന്നെയല്ലേ? ജാനു ഇവിടെ? അതിവിടെ എത്തിപ്പെട്ടു. അപ്പോ ബംഗ്ലാവിൽ നിന്ന് പോന്ന ശേഷം ജാനു ജാനു എന്നോടൊന്നും ചോദിക്കരുത്. ബംഗ്ലാവിൽ നിന്ന് ജാനു മരിച്ചെന്ന് മാത്രം കരുതിയാൽ മതി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ ഇത്രയും കാലം പലരുടെയും കൂടെ ജീവിച്ചു, പല തെറ്റുകളും ചെയ്തു. അതിനിടയിൽ എനിക്ക് കിട്ടിയ സമ്പാദ്യം ഒരു മകൾ മാത്രമാണ്. അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല. ബംഗ്ലാവിൽ നിന്ന് വന്ന ശേഷം 2 വർഷം കഴിഞ്ഞ് പ്രസവിച്ച കുട്ടിയാണിത്. അപ്പോൾ നാണു ആരുമില്ലാത്ത എനിക്ക് രണ്ടാമതൊരു പുതിയ ജീവിതം തന്ന എന്റെ സഹോദരൻ ജീവിക്കാൻ വഴിയില്ലാതെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നെ രക്ഷിച്ച ആ വലിയ മനുഷ്യനും പോയി. ഞാൻ വീണ്ടും ആരുമില്ലാത്തവളായി പോയി. നിനക്ക് ഞാനുണ്ട് ജാനു. വർഷങ്ങളോളം ഞാൻ എന്നെ തേടി നടക്കുകയായിരുന്നു. എന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അധ്വാനിക്കുന്നതിന്റെ ഫലം അനുഭവിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ എന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. ജാനു, വേണ്ട, ഞാനതിന് യോഗ്യല്ല. എന്നോട് ക്ഷമിക്കൂ. നോക്കില്ല, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് നിനക്കറിയാമോ? ഫാക്ടറിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ആ നല്ല മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നിന്റെ മകളെ വളർത്തുക എന്നുള്ളത്. എനിക്ക് അവസരം തന്നോട് ജാനു. എന്റെ കുഞ്ഞിന് വേണ്ടി ഇനി ആരും കഷ്ടപ്പെടണ്ട. ഭാഗ്യം കിട്ട എനിക്ക് ദൈവം പോലും എതിരാണ് ഗോപാലേട്ടാ. ജാനു, ജാനു, നിന്റെ മകൾ വളരണ്ടേ, പഠിക്കണ്ടേ? അതിന് ആരുടെയെങ്കിലും സഹായം വേണ്ടേ? നോക്കി ജാനു, നിന്റെ അനുഭവം നിന്റെ മകൾക്കുണ്ടാകരുത്. നാണുവിന്റെ സ്ഥാനത്ത് എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. ഇവളെ ഞാൻ വളർത്തും, ഞാൻ പഠിപ്പിക്കും എന്റെ മകളായിട്ട്. അങ്ങനെ നിന്റെ അച്ഛൻ നശിപ്പിച്ചെന്റെ ജീവിതത്തിന് ഉടമസ്ഥരായ ജാനുവും ഞാനും അന്യരെ പോലെ ജീവിച്ചു. ഞാൻ അന്നു മുതൽ ഇന്ന് വരെ കഷ്ടപ്പെട്ടു. അവളുടെ മകളെയും ഞാൻ വളർത്തി. അങ്ങനെ നാണുവിന് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു. ഈ കഥയൊക്കെ എന്റെ അച്ഛൻ അറിയണം. അറിഞ്ഞാൽ അച്ഛൻ എതിർപ്പുകളൊക്കെ മാറും. അച്ഛൻ ഈ വിവാദം സമ്മതിക്കുകയും ചെയ്യും. ഞാൻ വരട്ടെ. ഗോപാലേട്ട, കഴിഞ്ഞുപോയ കഥയൊക്കെ മനസ്സിൽ വെക്കാതെ ഞങ്ങൾ വിവാഹം നടത്തി തരണം.
അതെ, മോഹന്റെ അമ്മയാണ്. പിന്നെ മതിയേട്ടാ. അയ്യോ! അയ്യേട്ടാ! നമ്മുടെ മോഹൻ കൂട്ടുകാരത്തില്ലേ? നമ്മളെ വിട്ടിട്ട് പോയി. എന്തിനാണെന്നറിയാമോ? എന്റെ അമ്മയെ മാത്രം പരിശോധിക്കാൻ, എനിക്ക് മാത്രം ഉപയോഗിക്കാൻ ഞാൻ മേടിച്ചു കൊണ്ടുവന്ന സ്റ്റെതസ്കോപ്പ്. ഫോട്ടോ എടുക്കണ പോലെ